കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ഗിരീഷിനെയാണ് പിടികൂടിയത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ഗ്രീൻഡർ ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. ബേക്കൽ എഇഒ സൈനുദ്ദീൻ, റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ്, കാലിക്കടവ് സ്വദേശി സുകേഷ്, വടക്കേക്കൊവ്വൽ സ്വദേശി റഹീസ്, റംസാൻ, VPP കുഞ്ഞഹമ്മദ്, ചന്തേര സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചീമേനി സ്വദേശി സുജിത്ത്, ബേക്കൽ സ്വദേശി നാരായണൻ, പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്തേര പോലീസ് പിടികൂടിയ 9 പേരെ കാഞ്ഞങ്ങാട് പോക്സോ കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. ചന്തേരയിൽ നിന്ന് പയ്യന്നൂർ പോലീസിന് കൈമാറിയ കേസിലാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ് ഗിരീഷ്. നിലവിൽ പയ്യന്നൂർ, കോഴിക്കോട് കസബ, എറണാകുളം, ഇളമക്കര പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് 5 പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. തൃക്കരിപ്പൂർ സ്വദേശിയും യൂത്ത് ലീഗ് നേതാവുമായ സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതാണ് അറസ്റ്റ് വൈകാൻ കാരണം. 14 കേസുകളിലായി 16 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഡേറ്റിംഗ് വഴിയുള്ള പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത് ഏജന്റ് മുഖേനയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മറ്റു കുട്ടികൾ ഡേറ്റിംഗ് ആപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. പർട്ടിക്കുലർ ഡേറ്റിംഗ് ആപ്പ് സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സെൽഫ് ഡിക്ലറേഷനാണ് വരുന്നത്. സോ ഇതൊരു ലൂപ്പ് ഹോളാണ്. ചില ആപ്സ് ഉണ്ട് വേർ വെരി സ്ട്രിക്ട്ലി 18+ ഉള്ള ആൾക്കാർ മാത്രം വിത്ത് KYC എടുക്കുന്ന ആപ്സ് ഒക്കെ ഉണ്ട്. വിക്ടിം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കേസിൽ റിമാൻഡിലായ ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ABVP ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.